കാലിൻ്റെ തുടയുടെ സൈഡിൽ തരിപ്പും പുകച്ചിലും അനുഭവപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പലപ്പോഴും ആ ഡിസ്കിൻ്റെ പ്രശ്നമാണോ അല്ലെങ്കിൽ നെർവ് എവിടെയും കുടുങ്ങിപ്പോയതാണോ അങ്ങനെ പല രീതിയിൽ പേടിച്ച് നടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ കാലിൻ്റെ തുടയുടെ സൈഡിലും ഈ വശത്ത് മാത്രമായിട്ട് തരിപ്പും പുകച്ചിലും സൂചി കൊണ്ട് കുത്തുന്നതിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു അസുഖമുണ്ട്. അതാണ് മിറാൾജിയ പരസ്തെറ്റിക്ക. അപ്പോൾ പേര് കേട്ടാൽ ഞെട്ടുന്നതാണെങ്കിലും വളരെ സിമ്പിളായിട്ടുള്ള, അതായത് പേടിക്കേണ്ട ആവശ്യമില്ലാത്തൊരു അസുഖമാണ് മിറാൾജിയ പരസ്തെറ്റിക്ക. എന്താണ് ഈ അസുഖം? അത് ഈ നമ്മുടെ തുടയുടെ വശത്തേക്ക് ഒരു ചെറിയ നാഡി വരുന്നുണ്ട്. അത് നമ്മുടെ ഇടുപ്പിൻ്റെ എല്ലിൻ്റെ സൈഡിൽ കൂടെ വളഞ്ഞിട്ട് തുടൻ്റെ ഭാഗത്തേക്ക് പേശിയുടെ അടിയിൽ കൂടെ വരുന്ന ഒരു ചെറിയൊരു നാഡി. അതിൻ്റെ പേരാണ് ലാറ്ററൽ ഫീമറൽ ക്യൂട്ടേനിയസ് നെർവ് എന്ന് പറയും. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഞരമ്പ് ഈ വരുന്ന വഴിയിൽ എവിടെയെങ്കിലും കംപ്രസ് ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഒരു അസുഖമാണ് മിറാൾജിയ പരസ്തെറ്റിക്ക. അപ്പോൾ പറയുന്ന പേര് വലുതാണെങ്കിലും ഇത്രയും സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ആ നെർവിൻ്റെ ഭാഗത്ത് ആ ഞരമ്പ് പോകുന്ന സപ്ലൈ ചെയ്യുന്ന സ്ഥലമാണ് ഈ തുടയുടെ സൈഡ്. അപ്പോൾ അവിടെ നമുക്ക് തരിപ്പാണ് ഏറ്റവും കോമൺ ആയിട്ട് ഉണ്ടാവുക തരിപ്പാണ്. ആ ഭാഗത്ത് മരവിച്ച് കുറച്ച് നേരം നിൽക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ കുറച്ച് നേരം ഇരിക്കുകയാണെങ്കിൽ കുറച്ച് നേരം നിന്ന് ജോലി ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് അവിടെ തരിപ്പ് അനുഭവപ്പെടും. അപ്പോൾ അത് ചില ആളുകൾക്ക് അവിടെ പുകച്ചിൽ, അതായത് ആ ഭാഗത്ത് തരിപ്പുള്ള ഭാഗത്ത് തന്നെ പുകച്ചിലുണ്ടാവും. ചിലപ്പോൾ അവിടെ സൂചി കൊണ്ടോ അല്ലെങ്കിൽ പിന്നുകൊണ്ട് കുത്തുന്ന പോലെ. ഇത് കൃത്യമായിട്ട് നമുക്ക് ഈ അസുഖം ഐഡൻറ്റിഫൈ, പലപ്പോഴും ഈ തരിപ്പും ഇത് വരുന്ന പലർക്കും പേടി വരും. എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്ട്രോക്ക് വരാൻ പോവുകയാണോ, അല്ലെങ്കിൽ തളർന്നു പോകാൻ സാധ്യതയുണ്ടോ, നടുവിന് ഡിസ്കിന് പ്രശ്നം വന്നിട്ടുണ്ടോ, ഇത്തരത്തിലുള്ള പേടിയാണ് ഏറ്റവും കോമൺ ആയിട്ട് ഇത്തരത്തിലുള്ള സംഭവം വരുമ്പോൾ. തരിപ്പ് വരുമ്പോൾ നമുക്കുണ്ടാകുന്ന ഏറ്റവും വലിയൊരു പേടിയാണ്. അപ്പോൾ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ, നമ്മൾ അത്തരത്തിലുള്ള അസുഖങ്ങൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വളരെ നിരുപദ്രവകാരിയായ ഒരു അസുഖമാണ് ഈ ഒരു മിറാൾജിയ പരസ്തെറ്റിക്ക എന്ന് പറയുന്നത്. അതായത് നമുക്ക് ചെറിയൊരു ഞരമ്പിനുണ്ടാകുന്ന ഒരു അസുഖം മാത്രമാണ്. ഇത് കൂടിയിട്ട് വേറെ എന്തെങ്കിലും ആയുവോ അല്ലെങ്കിൽ കാലിന് തളർച്ച വരുവാൻ അത്തരത്തിലുള്ള സംഭവങ്ങളൊന്നും വരില്ല. കാരണം ഈ പറഞ്ഞ നാഡി ആ ഒരു ഭാഗത്തുള്ള സ്കിന്നിൻ്റെ ഭാഗത്ത് സപ്ലൈ ചെയ്യുന്ന ഒരു നാഡിയാണ്. അതിന് മസിലിനോ അല്ലെങ്കിൽ മറ്റുള്ള കാലിൻ്റെ താഴോട്ടുള്ള ഭാഗത്തേക്കോ മറ്റുള്ള എവിടെയും ഈ നാഡി സപ്ലൈ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ ഈ ഒരു പെയിനും പുകച്ചിലും തരിപ്പും അല്ലാതെ മറ്റുള്ള ഒരു ശരീരത്തിന് ഒരു പ്രശ്നം ഉണ്ടാക്കാത്തൊരു അസുഖമാണ്. അപ്പോൾ എന്താണിത് വരാനുള്ള കാരണം? അപ്പോൾ ഇത്തരത്തിലൊരു വലിയ പേരും കേട്ടിട്ട് ഇങ്ങനെ ഒരു ബ്ലോക്ക് വരാനുള്ള ഒരു കാരണമാണല്ലോ. അപ്പോൾ ഏറ്റവും കോമൺ ആയിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഒരു ഇടുപ്പെല്ലിൻ്റെ സൈഡിൽ കൂടിയാണ് ഈ നെർവ് വരുന്നത്. അപ്പോൾ അവിടെ കംപ്രസ് ആകുന്നതുകൊണ്ടാണ് പലപ്പോഴും ഈ ഒരു അസുഖം വരുന്നത്. ഏറ്റവും കോമൺ ആയിട്ടുള്ള കാരണങ്ങൾ എന്നാൽ ടൈറ്റ് ആയിട്ടുള്ള വസ്ത്രം ധരിക്കുന്ന ആൾക്കാർക്കാണ്. അതായത് നമ്മൾ ടൈറ്റ് ആയിട്ടുള്ള പാൻറ്റ്, ജീൻസ് അതുപോലുള്ള ഡ്രസ്സ് അല്ലെങ്കിൽ പാവാടയുടെ ചിലർ ടൈറ്റായിട്ട് കെട്ടുന്ന ആൾക്കാർ ഈ എല്ലിൻ്റെ ഭാഗത്ത് കുടുങ്ങിയിട്ട് അത് ഈ ഒരു അസുഖത്തിന് കാരണമാകും. അതല്ലെങ്കിൽ നമ്മൾ ടൈറ്റ് ബെൽറ്റ് അല്ലെങ്കിൽ വൈഡായിട്ടുള്ള ബെൽറ്റ് ടൈറ്റായിട്ട് കെട്ടുന്നതുകൊണ്ട് ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാവാം. ഇതാണ് ഒരു കാരണം. രണ്ടാമതുള്ളത് പറഞ്ഞാൽ തടിയാണ്. അതായത് തടിയുള്ള ആൾക്കാർക്ക് അതിൻ്റെ ഭാഗമായിട്ട് നെർവ് കംപ്രസ് ആവാം. അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് കാണുന്നൊരു സംഭവമാണ് പ്രഗ്നൻസി. അതായത് ഈ പ്രഗ്നൻ്റ് ആയി നിൽക്കുന്ന സമയത്ത് അവിടെ നെർവ് കംപ്രസ് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യം കൊണ്ട് ആ നെർവ് കംപ്രസ് ആവാം. പിന്നെ ഉള്ളത് ആ ഭാഗത്ത് എന്തെങ്കിലും സർജറിയോ കാര്യങ്ങളോ ചെയ്ത് കഴിഞ്ഞാൽ ആ മുറിവ് ഉണങ്ങി വരുന്ന സമയത്ത് ആ ഭാഗത്ത് നെർവ് എൻട്രാപ്മെൻറ്റ് വരാം. ഇതൊന്നും അല്ലാതെ ഈ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഇല്ലാതെ തന്നെ ചിലപ്പോൾ ഈ ഒരു അസുഖം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ പിന്നെ ഷുഗറുള്ള ആൾക്കാർക്ക് ഈ ഒരു നെർവ് കംപ്രഷൻ വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് ഈ നെർവ് കംപ്രഷൻ വരും. അപ്പോൾ വന്നു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ തുടയുടെ ഭാഗത്ത് ഏറ്റവും പ്രധാനം എന്താണെന്ന് വെച്ചാൽ ഈ തരിപ്പും പുകച്ചിലും മുട്ടിൻ്റെ താഴോട്ട് പോവില്ല. മുട്ടിൻ്റെ മേലെയുള്ള തുടയുടെ സൈഡിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ ഇത് ബാക്കിലേക്ക് വരില്ല, നടുവിൻ്റെ ഭാഗത്തേക്ക് ഉണ്ടാവില്ല. ഇതാണ് ഏറ്റവും ഈ ഒരു സൈഡിൽ മാത്രമേ, തുടേൻ്റെ ഭാഗത്ത് മാത്രമായിട്ടാണ് ഈ ബുദ്ധിമുട്ടുകളെല്ലാം ഉണ്ടാവുള്ളൂ. അതാണ് ഏറ്റവും പ്രധാനമായിട്ട് നമുക്കിത് മറ്റുള്ള അസുഖങ്ങളായിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അതാണ്. നമുക്കിതിൻ്റെ കൂടുതൽ നടുവേദന ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ വേദന കാലിൻ്റെ താഴോട്ട് വരുന്നുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ഡിസ്കിൻ്റെയോ അല്ലെങ്കിൽ മറ്റുള്ള അസുഖത്തിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമുള്ളൂ. പിന്നെ ഇത് എങ്ങനെയാണ് നമുക്കിത് കൺഫേം ചെയ്യാൻ പറ്റുക? അപ്പോൾ പലപ്പോഴും ഇത് കൺഫേം ചെയ്യൽ ബുദ്ധിമുട്ടാണ്. അതായത് ഇതിന് ക്ലിനിക്കൽ ഡയഗ്നോസിസ് എന്ന് പറയുക. അതായത് നമുക്ക് ക്ലിനിക്കലി ആളെ പരിശോധിച്ച് ഹിസ്റ്ററി വെച്ചിട്ട് എവിടെയാണോ അവരുടെ ബുദ്ധിമുട്ടുള്ള ആ ഭാഗം മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. ഈ നെർവിൻ്റെ ഡിസ്ട്രിബ്യൂഷനിലാണെങ്കിൽ ഈ ഒരു അസുഖം നമുക്ക് ക്ലിനിക്കലി തന്നെ പലപ്പോഴും ഡയഗ്നോസ് ചെയ്യാൻ പറ്റും. പിന്നെ നെർവ് കണ്ടക്ഷൻ സ്റ്റഡി നടത്തിക്കഴിഞ്ഞാൽ സെലക്റ്റീവായിട്ട് ചില കേസിൽ നമുക്കത് കൺഫേം ചെയ്യാൻ പറ്റും. അതല്ലാതെ ഈ നെർവ് കംപ്രസ്സായ ഭാഗം കണ്ടുപിടിക്കാൻ അൾട്രാസൗണ്ടിൻ്റെ സഹായത്തോടു കൂടി നമ്മൾ ഈ നെർവ് പോകുന്ന ഭാഗത്ത് അവിടെ നേരിട്ട് തന്നെ തരിപ്പിക്കുന്ന ഇഞ്ചക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇവരുടെ ബുദ്ധിമുട്ട്, അതായത് ഈ പുകച്ചിലും കാര്യങ്ങളൊക്കെ മാറുന്നുണ്ടെങ്കിൽ നമുക്കത് കൺഫേം ചെയ്യാൻ പറ്റും. ഈ നെർവിൻ്റെ പ്രശ്നം കൊണ്ടാണ് വരുന്നതെന്നുള്ള അറിയാൻ പറ്റും. അപ്പോൾ ഇതിൽ ട്രീറ്റ്മെൻറ്റ് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു. ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാൽ
ഇതൊരു പേടിക്കാനുള്ള അസുഖമല്ല എന്നുള്ള മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഇങ്ങനൊരു തരിപ്പ് ഉള്ളത് കൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കുന്നില്ലെങ്കിൽ നമ്മളത് ശ്രദ്ധിച്ചില്ലെങ്കിൽ പോലും നമ്മൾ അതിനെപ്പറ്റി മൈൻഡ് ചെയ്യേണ്ട, അതിനെപ്പറ്റി ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ റിയഷുറൻസ് ആണ് നമുക്ക് ഏറ്റവും ആദ്യമായിട്ട് വരേണ്ടത്. ഇതുകൊണ്ട് സ്ട്രോക്ക് വരുമോ അല്ലെങ്കിൽ മറ്റുള്ള അസുഖങ്ങൾ വരുമോ, നടുവിൻ്റെ പ്രശ്നം വരുമോ, അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. രണ്ടാമത്തെ പറഞ്ഞാൽ നമ്മളെ വസ്ത്രങ്ങൾ, നമ്മൾ ടൈറ്റായിട്ടുള്ള വസ്ത്രങ്ങൾ ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ കുറച്ച് ലൂസായിട്ടുള്ള വസ്ത്രങ്ങൾ ധരിക്കുക. അവിടെ ടൈറ്റായിട്ട്, പ്രത്യേകിച്ച് ഈ എല്ലിൻ്റെ സൈഡിൽ നമ്മൾ ടൈറ്റായിട്ട് മുറുക്കി കൊടുക്കുന്ന വസ്ത്രങ്ങൾ നമ്മളൊന്ന് ലൂസാക്കി ഉപയോഗിക്കുക. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് റെഡിയാക്കാം. അതുപോലെ തടി ഉള്ള ആൾക്കാരാണെങ്കിൽ തടി കുറയ്ക്കാൻ നോക്കുക. ഇതൊക്കെയാണ് നമുക്ക് സാധാരണയായി ചെയ്യാൻ പറ്റുന്നത്. ഈ തുടക്കത്തിലൊക്കെ ഉള്ള ആൾക്കാർക്കാണെങ്കിൽ ചിലപ്പം നെർവിൻ്റെ ചെറിയ മെഡിസിനൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ സമാധാനം ഉണ്ടാവും. അതിലൊന്നും നിൽക്കുന്നില്ലെങ്കിൽ നമുക്ക് ഈ നെർവ് കംപ്രസ്സായ ഭാഗം ഫ്രീ ആക്കി കൊടുക്കണം. അപ്പോൾ നെർവ് എവിടെയെങ്കിലും വരുന്ന വഴിയിൽ എവിടെയെങ്കിലും കുടുങ്ങിയതാണെങ്കിൽ നമുക്കത് ആ ഭാഗത്തേക്ക് സ്കാനിങ്ങിൽ കണ്ടുപിടിച്ച് ആ ബ്ലോക്കുള്ള ഭാഗത്ത് അത് അലിയിച്ച് കളയാൻ വേണ്ടി നെർവിന് ചുറ്റും മെഡിസിൻ കൊടുക്കാൻ പറ്റും. അതിന് ഈ ലാറ്ററൽ, ഞാൻ നേരത്തെ പറഞ്ഞ നെർവിൻ്റെ കൃത്യമായ ഭാഗത്ത് തന്നെ നമുക്ക് നെർവ് ഹൈഡ്രോ ഡിസെക്ഷൻ ചെയ്തിട്ട് നെർവിനെ ഫ്രീ ആക്കാൻ പറ്റും. അതിലും നിൽക്കുന്നില്ല. ചില ആൾക്കാർക്ക് പിന്നെയും ഇപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയും വരുന്ന ആൾക്കാരുണ്ടാവും. പിന്നെയും റിപ്പീറ്റഡ് ആയാലും കുറേ കാലങ്ങളായിട്ടുള്ള ആൾക്കാർ. അത്തരത്തിലുള്ള ആൾക്കാർക്ക് നമുക്ക് ആ നെർവ് ബ്ലോക്ക് ചെയ്യുന്ന രീതി, അല്ലെങ്കിൽ നെർവിനെ അബ്ലേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള റേഡിയോ ഫ്രീക്വൻസി ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ഇത് ഒന്നിലും നിൽക്കാത്ത ആൾക്കാർക്ക് ലാസ്റ്റ് സർജറി ചെയ്ത് ഓപ്പൺ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് അതിന് ഓപ്ഷൻ ഉള്ളത്. അപ്പോൾ ഇത് സാധാരണയായി ഇത്തരത്തിലുള്ള വലിയ ട്രീറ്റ്മെൻറ്റൊന്നും ഇതിന് ആവശ്യം വരാറില്ല. പക്ഷെ എങ്കിലും നമുക്ക് ഈ പ്രധാനമായിട്ട് നമ്മളിതിൽ മനസ്സിലാക്കേണ്ടത്, ഇത് നമുക്ക് ശരീരത്തിന് ഭീഷണിയായിട്ടുള്ള അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ശരീരത്തിൽ കുഴച്ചിൽ വരാൻ സാധ്യതയുള്ള ഒരു അസുഖമല്ല എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു അസുഖത്തെപ്പറ്റി പഠിക്കുമ്പോൾ ആദ്യമായിട്ട് മനസ്സിലാക്കാനുള്ളതാണ്. പലപ്പോഴും നമുക്ക് തന്നെ ശ്രദ്ധിച്ചാൽ മാറ്റിയെടുക്കാൻ പറ്റുന്നൊരു അസുഖമാണ്. അത്രയും മനസ്സിലാക്കുക. ഇത്തരത്തിലുള്ള മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം. നന്ദി.